ഓക്കെ. ഇത് സോളി USDT പെർപെച്വൽ ചാർട്ട് 1 അവർ ബൈനാൻസിന്റെ ചാർട്ടാണ്. ഓക്കെ. അപ്പൊ ഇത് ഞാൻ 1 അവറിലാണ് എടുക്കുന്നത്. ഞാൻ സ്കാൽപ്പാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എക്സാമ്പിൾ കിട്ടിയത്. ഓക്കെ. നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ ഓൾറെഡി റീസെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രേക്ക് സ്ട്രക്ചർ ആണ് 1 അവറിൽ. ഓക്കെ. അപ്പോൾ 1 അവറിൽ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമുക്കൊരു സ്വിംഗ് ലോ കൺഫേംഡ് ആണ്. കാരണം അപ്പ് ട്രെൻഡിലേക്കാണ് എന്ത് ചെയ്തേക്കുന്നത്, നമുക്ക് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയത്. ഓക്കെ. ദെൻ സ്വിംഗ് ഹൈ ഇവിടെ മാർക്ക്ഡ് ആണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്ത് ഒരു സ്വിംഗ് ലോ സ്വിംഗ് ഹൈ ഫോം ചെയ്യാൻ എടുത്ത ദിവസം എന്ന് പറയുന്നത് 2 ദിവസമാണ്. അപ്പൊ ഒരു സ്കാൽപ്പ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് 2 ദിവസത്തെ ഡാറ്റ ഒന്നും ഇവിടെ എനിക്ക് ആവശ്യമില്ല. കറക്റ്റ് അല്ലേ? അപ്പൊ നിങ്ങളിത് ഇൻട്രാഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 48 ബാർ എന്ന് പറയുമ്പോൾ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ദിവസമായിട്ട് കൂട്ടുമ്പോൾ 48 ദിവസം. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും വരും. 30 60 2 മാസത്തിന്റെ അടുത്തേക്ക് ഇല്ല വലിയ. അപ്പോ അങ്ങനെ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 2-3 തരത്തില് ഇവിടെ എൻട്രീസ് നോക്കാം. രണ്ട് തരത്തിൽ കൂട്ടിയാൽ മതി. ഓക്കെ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി, സ്വിംഗ് ലോ സ്വിംഗ് ഹൈ ഫോം ചെയ്തു, ഫിബ് വരച്ചു, എന്നിട്ട് ഇപ്പൊ കറന്റ് നിൽക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ട് ഏരിയയിലാണ് അല്ലെ? അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഏരിയയിൽ എനിക്ക് ബൈ ചെയ്യാനേ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിൽ എനിക്ക് ഷോർട്ട്, അതായത് ഷോർട്ട് എൻട്രി എടുക്കാനേ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ? ഇവിടെ ലോങ് ഇവിടെ ഷോർട്ട് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ച് വരെ 15 മണിക്കൂർ നിന്നുണ്ട്. ഇൻട്രാഡേ പെർസ്പെക്റ്റീവില് 15 ദിവസം. മനസ്സിലായി? അപ്പൊ 15 ദിവസം എനിക്കിതിൽ എന്താ നോക്കാൻ പറ്റുള്ളൂ? ഷോർട്ട് മാത്രം നോക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഏരിയയിൽ വന്നതിന് ശേഷം എനിക്ക് ഇവിടെ ഏകദേശം ഒരു ദിവസം 6 മണിക്കൂർ. ഓക്കെ. അപ്പൊ അത് ഏകദേശം 30 ദിവസം ഡെയിലി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 30 ദിവസത്തെ ചാർട്ടാണ്. അപ്പൊ 30 ദിവസമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ലോങ് ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സിലായോ? 30 ദിവസമായിട്ട് ഇവിടെ ലോങ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇങ്ങനെ മെയിൻ സ്ട്രക്ചർ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം നിൽക്കുന്നത്. ഓക്കെ. 1. 2, ഈ ഒരു ഫിബ് വരച്ചു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 15 മിനിറ്റിൽ പോയിട്ട് നേരെ 15 മിനിറ്റിലത്തെ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഡിസ്കൗണ്ട് ഏരിയയിൽ നിൽക്കുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. മനസ്സിലായി? ഇപ്പൊ ഇവിടെ റീസെന്റ് നോക്കുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ. ഈ കാണുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ. ഇത് എന്തുകൊണ്ട് ഇതെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. കാരണം ഇൻഡ്യൂസ്മെന്റ് അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഓവറായി പോകും വീഡിയോ. ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. അത് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇത് ടാപ്പ് ചെയ്യാണ്ട് തിരിച്ചു പോയി. അതിനാണ് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ മാർക്ക് ചെയ്തു ലിക്വിഡിറ്റി. ദെൻ 15 മിനിറ്റിലത്തെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രൈസ് ദിവസങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യണേ എനിക്ക് ഇവിടെ എത്തണേ. ഇപ്പൊ ഇതില് നമുക്ക് സ്കാൽപ്പ് ആയതുകൊണ്ട് എനിക്ക് മണിക്കൂറുകളോളം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ സമയം നഷ്ടം നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. നേരെ ഈ 15 മിനിറ്റിലത്തേക്ക് അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡിറ്റി. ഓക്കെ. അത് ടാപ്പ് ചെയ്യണ സമയത്ത് എനിക്ക് ഇവിടെ ഒരു അലേർട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ അലേർട്ട് പറഞ്ഞതിനനുസരിച്ച് എനിക്ക് ഇവിടെ ഇരിക്കാം. അത് വേറൊരു സൈഡ്. അപ്പൊ ഇവിടെ എന്നെ സംബന്ധിച്ച് ഈ 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? നേരെ 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്, അതായത് മീഡിയം ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, ഇൻട്രാഡേ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ മതി. നേരെ എനിക്ക് ഇവിടെയുള്ള റിജക്ഷൻ വിത്ത് ഓപ്പോസിറ്റ് സൈഡ് ക്ലോസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഓക്കെ. ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ദെൻ എന്നെ സംബന്ധിച്ച് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇത് ഈ ഒരു സോണിന്റെ ഉള്ളിൽ തന്നെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് നിൽക്കുന്ന ഹൈനെ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? CSD ആയിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇത് ഞാൻ CSD ആയിട്ട് കൺസിഡർ ചെയ്യാണെന്ന് വിചാരിക്കും. ഓക്കെ. ഇതൊരു CSD ആയിട്ട് 5 മിനിറ്റിലത്തെ CSD ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ച് എൻട്രി CSDക്ക് അക്യുറസി നമ്മൾ എന്താ പറയാ, എപ്പോഴും എൻട്രി വെക്കുമ്പോൾ CSD കിട്ടിയോടെ തന്നെ വെക്കണം. മനസ്സിലായോ? ഇതേപോലെ എപ്പോഴും താഴത്തോട്ടേക്ക് വരണം എന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ എല്ലായ്പ്പോഴും ഇതുപോലത്തെ CSD നോക്കണതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കെയർഫുൾ ആയിട്ടിരിക്കുക, CSD ആയതുകൊണ്ട്. ഞാൻ നേരെ എന്ത് ചെയ്യുന്നു? 1 മിനിറ്റ് പോണു. എന്റെ എൻട്രി ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്.
നേരെ 1 മിനിറ്റിൽ ഇവിടെയുള്ള ഏതെങ്കിലും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ, അതേപോലെ തന്നെ ലിക്വിഡിറ്റി ഇവിടെ പെൻഡിങ് ആയിട്ട് റെസ്റ്റിംഗ് ആയിട്ടുള്ളതിനനുസരിച്ചാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമാണ് ഓൾറെഡി ഇവിടെയുള്ള ലിക്വിഡിറ്റി ഒക്കെ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് തന്നെയാണ് എടുത്തിട്ട് തന്നെയാണ് മാർക്കറ്റ് കയറിയിട്ടുള്ളത്. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഇതിനൊരു പൊടിക്ക് താഴെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, വെക്കുന്നു. ക്ലിയർ? ഓക്കെ, അവിടെ ക്ലിയർ. ദെൻ പിന്നെ നിൽക്കുന്ന ലിക്വിഡിറ്റി ഏരിയ ഇതിലേക്കാണ് TP, അതായത് നമ്മുടെ ടാർഗറ്റ് വയ്ക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 0.94 സംതിങ് എന്തുള്ളൂ എനിക്ക് റിസ്ക് റിവാർഡ് ഉള്ളൂ. അപ്പോൾ എൻ്റെ റീസെന്റ് ആയിട്ട് നിൽക്കുന്ന ലിക്വിഡിറ്റി ഏരിയ 5 മിനിറ്റിലാണ് ഞാൻ നോക്കാറ്. ഓക്കെ, ഇവിടെയാണ് എനിക്ക് റീസെന്റ് ആയിട്ട് നിൽക്കുന്ന ലിക്വിഡിറ്റി ഏരിയ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ബോഡിയിലാണ് വെക്കാറ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.27 ഉണ്ട്. ഓക്കെ, ഇത് ഒരു നോർമൽ ഇതാണ്, മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഇതിൽ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനെടുത്ത ടൈമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, ഇപ്പോഴും ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. കാരണം ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ഇതിന്റെ മുകളിലാണ് ലിക്വിഡിറ്റി നിൽക്കുന്നത്. ഇതിനിടയിൽ വേറെ ലിക്വിഡിറ്റി ഒന്നുമില്ല. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വെച്ചത്. അത് ഈ ചാർട്ടിന്റെ ഘടനയ്ക്ക് അനുസരിച്ചാണ് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഏകദേശം ഈ ഒരു ചാർട്ട് ഈ ഒരു ടൈമില് ഇത്രയും നേരം എടുത്തിട്ട് ഏകദേശം എത്ര എടുത്തു? 20 മണിക്കൂർ എടുത്തു. മനസ്സിലായ? 242 ബാർ എടുത്തു. അതായത് 20 മണിക്കൂർ എടുത്തു. അപ്പൊ നിങ്ങൾ എൻട്രി ടൈം ഫ്രെയിം വരുന്നത് നിങ്ങൾക്ക് 5 മിനിറ്റിലാണ് അല്ലേ? അപ്പൊ ഏകദേശം ഈ പറയുന്ന 50 മിനിറ്റ് അല്ല നിങ്ങളുടെ മീഡിയം ടൈം ഫ്രെയിം പറഞ്ഞത്. അപ്പൊ അതിനനുസരിച്ചുള്ള ടൈം കൺവേർട്ട് ചെയ്യാം. അപ്പൊ 20 മണിക്കൂർ എടുത്തു ഈ പ്രൈസ് ഈ ഒരു റേഞ്ചിലേക്ക് എത്താൻ. മനസ്സിലായ? ഒന്ന്, ഇതാണ് ഫസ്റ്റത്തെ സിനാരിയോ. ക്ലിയർ ആയില്ലേ? ഇനി സെക്കൻഡ് അടുത്ത വീഡിയോയിൽ അത് ഓൾറെഡി 6:45 സമയം ടൈം എടുത്തിട്ടുണ്ട്. 6 മിനിറ്റും 47 മിനിറ്റ് സെക്കൻഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് സിനാരിയോ ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് എൻട്രി നോക്കാം. ക്ലിയർ ആയോ?